ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് ഒന്ന് വണ്ടി ഒന്ന് അഴിച്ച് വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻജിൻ റൂമിൻ്റെ ഉള്ളിൽ, അതേപോലെ ബാറ്ററി ബോക്സിൻ്റെ ഫ്രണ്ടിലത്തെ കവറൊക്കെ അഴിച്ചിട്ട് ഒന്ന് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് വാഷ് ചെയ്യാം. പിന്നെ ഉള്ളത് സീറ്റ് ലോക്ക് വർക്കിംഗ് അല്ലാതാണ്. അതായത് സീറ്റ് ലോക്കിൻ്റെ കേബിൾ പൊട്ടി കിടക്കാണ്. ഈ ക്യാച്ചർമേക്ക് വരുന്ന കണക്ഷൻ വരുന്ന കേബിൾ പൊട്ടി കിടക്കുക. അപ്പോൾ സീറ്റിൻ്റെ കേബിൾ മാറ്റിക്കാൻ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. ബാക്കിലെ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ബെയറിങ് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ബാക്ക് ബെയറിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ വീൽ ബെയറിങ് ആണെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഷാഫ്റ്റ് ബെയറിങ് പ്ലേ കാണിക്കണം. ഇത് നിലവിൽ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഫ്രീ പ്ലേ സൈഡ് പ്ലേ നിലവിൽ കാണുന്നില്ല. നേരെ മറിച്ച് വീല് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ അനക്കണ സമയത്ത് ഒരു ഷെയ്ക്ക് ഉണ്ട്. അത് നോർമൽ കോമൺ ആയിട്ട് ഉള്ളതാണ്. ഇതിന് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം അത് ആ തേയ്മാനത്തിൻ്റേതായിട്ടുള്ള ഒരു അല്പം കൂടുതൽ കാണുന്നുണ്ട്. അത് മാത്രമാണ് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് പഴിച്ച് ബെയറിങ് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും നിലവിലില്ല. അപ്പോൾ തൽക്കാലം ആ ഭാഗം ഒന്നും ചെയ്യുന്നില്ല. അത് അങ്ങനെ തന്നെ നിലനിർത്താം കേട്ടോ. പിന്നെ നമുക്ക് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്കിൻ്റെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടും ബാക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഓൾറെഡി ലാസ്റ്റിലേക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈനർ മാത്രമല്ല, നമുക്ക് അതിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഔട്ടർ വലിഞ്ഞ് ഫുൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നിൽക്കുക. അപ്പോൾ കേബിൾ മാറുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ടിലേക്ക് വരുന്ന 2 കേബിളും ബാക്ക് ബ്രേക്കിലേക്ക് പോകുന്ന കേബിളും മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ലൈനർ മാറ്റാനായിട്ട്. എന്നാലാണ് നമുക്ക് ആ ബ്രേക്ക് ക്ലിയറായിട്ട് കിട്ടുള്ളൂ. പിന്നെ മിറർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡ് മിറർ അത് നമുക്ക് അതിൻ്റെ പുറമേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മോഡലിൻ്റെ എന്ന് പറഞ്ഞാൽ സ്ക്രൂ ടൈപ്പ് അല്ല, ശരിക്കും അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ലെഗ് വരാം. അത് നമുക്ക് പുറമേ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാലും നമുക്കത് റീപ്ലേസ് ചെയ്ത് വയ്ക്കാനോ മാറ്റി വയ്ക്കാനോ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുമ്മേ വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പറഞ്ഞത് ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ നിലവിൽ ഇതിൻ്റെ സ്റ്റിക്കിൻ്റെ അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് എൻജിൻ ഓയിലിൻ്റെ ലെവലൊന്നും ഇതിനകത്ത് കിട്ടുന്നില്ല. സ്റ്റിപ്പറിട്ട് ഇതിപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് നൂലിട്ട് നോക്കുകയാണ്. ഇതിനകത്ത് ഓയിൽ ലെവലുള്ളതായിട്ട് കാണുന്നില്ല. ഓയിലുള്ളതായിട്ട് നിലവിൽ ചിലപ്പോൾ അടിയിലെങ്ങാനും ഒരു അല്പം ഉണ്ടാവും. എന്തായാലും അതിനകത്തേക്ക് മിക്സ് ഓയിൽ, പുതിയ ഓയിൽ പഴയ ഓയിലിലേക്ക് മിക്സ് ചെയ്യണമെങ്കിൽ നല്ലത് ഫുള്ളായിട്ട് ഓയിൽ മാറ്റുന്നതായിരിക്കും. കാരണം ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി പോലും സ്റ്റിക്കിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും ലെവൽ കുറവുണ്ട് അതിനകത്ത്. അപ്പോൾ അത് മാറ്റി ഒഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഏകദേശം നമുക്ക് ഇത്രയും ചെയ്യുമ്പോൾ എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരും എന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. നമുക്ക് ഏകദേശം എത്ര ചിലവ് വരും എന്നൊരു ഐഡിയ ആണല്ലോ. അതിനകത്ത് നമുക്ക് അത്യാവശ്യം വണ്ടിക്ക് അത്യാവശ്യം മെയിൻ്റനൻസ് ഉണ്ട്, അത് അറിയാം, അത് ഓൾറെഡി കസ്റ്റമർക്കും അറിയാം. അപ്പോൾ നമ്മളോട് ഈ പറഞ്ഞവർക്ക് മാത്രം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അതായത് ബ്രേക്കിൻ്റെ കേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് നമുക്കൊരു ലൈനറും 3 കേബിളാണ് വരാം. സീറ്റ് ലോക്കിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ ഒരു കേബിൾ പോയിട്ടുണ്ട്. ബാക്ക് ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബെയറിങ്ങിന് നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഇല്ല. അപ്പോൾ അത് നമ്മൾ തൽക്കാലം ഒഴിവാക്കുകയാണ്. പിന്നെ മിററിൻ്റെ കേസാണ് പറഞ്ഞത്. മിറർ റൈറ്റ് സൈഡ് മിറർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഓയിൽ ചെക്കപ്പ്, ഓയിൽ മാറ്റുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്താം. ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ ഓപ്പൺ വാഷിംഗ് ആയിട്ട്, അപ്പോൾ ഓപ്പൺ വാഷിംഗ് അടക്കവും പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ.